നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. +1 സീറ്റ് പ്രതിസന്ധി, പ്രതിഷേധവുമായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. ജില്ലയിൽ അധിക ബാച്ച് അനുവദിക്കണമെന്ന് ആവശ്യം. കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം നടത്തി. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കായലോട്ടെ യുവതിയുടെ ആത്മഹത്യ കള്ളക്കേസ് ആരോപണവുമായി SDPI രംഗത്ത്. പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്തതെന്ന് ആരോപണം. ആൺസുഹൃത്ത് സ്റ്റേഷനിൽ ഹാജരായി. റസീനയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് CPM. SDPIയുടേത് സദാചാര ഗുണ്ടാവിളയാട്ടം. യുവതിയുടെ ആത്മഹത്യ ആൾക്കൂട്ട വിചാരണയെ തുടർന്നെന്ന് KK രാഗേഷ്. വാർത്തയിലേക്ക്. +1 പ്രവേശനത്തിന് ജില്ലയിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തി. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് TK മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫാത്തിമ തഹാനി അധ്യക്ഷയായി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ, സഹൽ അഷ്റഫ്, ഫഹീം ഇബ്രാഹിം, ഷഹൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ആദിൽ PK, മഷൂദ് PK, സിജ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനപ്പെട്ട ഈ രാജ്യത്തിലെ ചില വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട്, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പച്ചക്കളവ് പറഞ്ഞിട്ട് പരിചയമുള്ള CPM-കാരോട് ഈ വിദ്യാർത്ഥികൾക്ക് പറയുവാനുള്ളത്, നിങ്ങളിപ്പോൾ കണ്ണൂർ ജില്ലയില്, കേരളത്തില്, മലബാറില് +1 സീറ്റിന് കുറവില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളെ കൊണ്ട് നേരത്തെ സീറ്റ് അധികരിപ്പിക്കാൻ നിങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിന് സാധിച്ചെങ്കിൽ തീർച്ചയായും ഈ പ്രക്ഷോഭത്തിലൂടെ ഈ ജില്ലയിൽ, ഈ മലബാർ ജില്ലകളിൽ അധിക ബാച്ച് അനുവദിക്കാൻ ആവശ്യമായ തിരിച്ചറിവും നിങ്ങൾക്ക് നൽകുവാൻ കരുത്തുള്ളൊരു പ്രസ്ഥാനം തന്നെയാണ് ഫ്രറ്റേണിറ്റി എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ചരിത്രത്തിൽ കേരളീയത്തിൽ നമ്മൾ അടയാളപ്പെടുത്തണം. കളക്ടറേറ്റ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേരളത്തിൽ നിന്നുള്ള മനുഷ്യവിഭവശേഷി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനായി തൊഴിൽ മേഖലയിലും തൊഴിൽ സംസ്കാരത്തിലും ഒരു പൊളിച്ചെഴുത്താണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച മെഗാ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ മരിയൻ അപ്പാരൽ ഉടമ സജിൻ 700 വനിതകൾക്കുള്ള ജോബ് ഓഫർ ലെറ്റർ ധനമന്ത്രി KN ബാലഗോപാലിന് കൈമാറി. കേരളത്തിൽ നിന്നുള്ള മനുഷ്യശേഷി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനായി ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ജനകീയ പ്രവർത്തനമാണ് വിജ്ഞാന കേരളം നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ KDISC മുഖേന ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ സ്ഥാപിക്കുക, വർഷാവസാന വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനത്തിനായി സ്കിൽ സെന്ററുകളിലൂടെ പരിശീലനം നൽകി പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന 2 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്നിവയാണ് വിജ്ഞാന കേരള പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. പ്രാദേശിക തലത്തിൽ IT പാർക്കുകൾ, പരമ്പരാഗത തൊഴിൽ മേഖലയുടെ ആധുനികവത്കരണം, അടിസ്ഥാന മേഖലയുടെ വികസനം എന്നിവയിലൂടെ സംസ്ഥാനത്തിന്റെ തൊഴിൽ സംസ്കാരം തന്നെ 9 വർഷം കൊണ്ട് സർക്കാർ മാറ്റിയെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ലോകത്തിന്റെ മറ്റു പല സ്ഥലത്തേക്ക് പോകണം, അഭ്യസ്തവിദ്യരായ ആളുകൾ പഠിച്ചിട്ട് ഗൾഫിലോ അമേരിക്കയിലോ യൂറോപ്പിലോ പോകണം, IT ജോലി മാത്രമല്ല ടെക്നിക്കൽ ജോലിക്കും. ഇന്നിപ്പോൾ ലോകത്തെ എവിടുത്തെ ജോലിയും ഇവിടെ നിന്ന് ചെയ്യാം. അതിനിപ്പോൾ GCC സെന്ററുകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ വലിയ തോതിൽ വികസിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലോകത്തെ വളരെ പ്രശസ്തമായ പല മോട്ടോർ കമ്പനികളുടെയും മറ്റ് കമ്പനികളുടെയും ഒക്കെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും സൈബർ പാർക്കിലും ഇരുന്ന് ചെയ്യുന്നവരുണ്ട്. ആധുനിക ടെക്നോളജി പലതും പുറത്തേക്ക് പോയി ചെയ്യുന്നവർ ഇവിടുന്ന് ചെയ്യാം. വളരെ പുതിയ ടെക്നോളജിയുള്ള കമ്പനികളും ജോലികളും ഇവിടുന്ന് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നതിന് പരിശീലനം സിദ്ധിച്ച ആളുകൾ നാട്ടിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കല്യാശ്ശേരി പാർക്കിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. പുറത്ത് IT മേഖലയിൽ വലിയ തോതിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ, ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് നാട്ടിൽ ഈ വ്യവസായത്തിൽ നിക്ഷേപിക്കാൻ വന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ 10ഓ 20ഓ പാർക്കുകൾ, പ്രാദേശിക പാർക്കുകൾ ഇപ്പോഴുണ്ട്. ചാലക്കുടിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു IT പാർക്ക്, അവിടെ ഉണ്ടാക്കിയ IT പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയിരുന്നു. കണ്ണൂരുകാരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനും കണ്ണൂരുകാരനായ ചെറുപ്പക്കാരനും കോഴിക്കോടുകാരിയായ ചെറുപ്പക്കാരിയും 2 പേര് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവർ ചാലക്കുടിയിൽ ഒരു സ്ഥലത്ത് പ്രാദേശികമായ ഒരു IT പാർക്ക് തുടങ്ങി 250 പേരോടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ IT പാർക്കുകൾ അവിടെ മാത്രമല്ല, സുൽത്താൻ ബത്തേരിയിലോ കണ്ണൂരിലോ കോഴിക്കോടോ മലപ്പുറത്തോ
എല്ലാ സ്ഥലത്തും അത്തരം സ്ഥാപനങ്ങൾ വരാൻ കഴിയും എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ചടങ്ങിൽ മരിയൻ അപ്പാരൽ ഉടമ സജിൻ 700 വനിതകൾക്കുള്ള ജോബ് ഓഫർ ലെറ്റർ ധനമന്ത്രി KN ബാലഗോപാലിന് കൈമാറി. തിരുവനന്തപുരം ആസ്ഥാനമായ ഒറൈസസ് ഇന്ത്യ മേധാവി വിജേഷ് വേണുഗോപാൽ 25 പേർക്ക് നിയമനം നൽകുന്ന ഉത്തരവ് ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറി. MLA-മാരായ TI മധുസൂദനൻ, KB സുമേഷ്, M വിജിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ, ആന്തൂർ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള, പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, മുൻ MP KK രാഗേഷ്, KDISC മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, KDISC കൺസൾട്ടന്റ് കോർഡിനേറ്റർ ഡോക്ടർ P സരിൻ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത്, തൊഴിൽമേള ജനറൽ കൺവീനർ TK ഗോവിന്ദൻ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മയക്കുമരുന്നിന് പകരം കായികം എന്ന സന്ദേശമുയർത്തി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി ജൂൺ 23 തിങ്കളാഴ്ച രാവിലെ 8:30 ഒളിമ്പിക് റൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ നഗരം ചുറ്റി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കുന്ന തരത്തിലാണ് ഒളിമ്പിക് റൺ നടക്കുക. മുൻ കൃഷിമന്ത്രി KP മോഹനൻ, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി എന്നിവർ സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒളിമ്പിക് റണ്ണിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 750 പേർക്ക് ഒളിമ്പിക് ലോഗോ പതിപ്പിച്ച ജേഴ്സി നൽകും. കാനന്നൂർ സൈക്ലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂൺ 22 ഞായറാഴ്ച രാവിലെ 6:45 കാൾടെക്സ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന 5 കിലോമീറ്റർ സൈക്കിൾ റൈഡും നടക്കും. റൈഡിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ 50 പേർക്ക് സൗജന്യമായി ടീഷർട്ടും നൽകും. അതിൽ ഇപ്രാവശ്യം വളരെ ശക്തമായ ഒരു സ്ലോഗൻ കൂടി ഒളിമ്പിക് അസോസിയേഷൻ ഉയർത്തിയിട്ടുണ്ട്. മയക്കുമരുന്നിന് പകരം കായികം. അങ്ങനെ ഒരു സ്ലോഗൻ കൂടി ഉയർത്തിയിട്ടുണ്ട്. മയക്കുമരുന്നിന് പകരം കായികം എന്നുള്ള കായിക പരിപാടികൾ ഇൻവോൾവ് ചെയ്യുക. ഇതെല്ലാം ഒരു വളരെ അഡിക്ഷനുള്ള ഒരു ഫീൽഡാണ്. സ്പോർട്സും ഒരു അഡിക്ഷനുള്ള ഫീൽഡാണ്. നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര അഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ മയക്കുമരുന്നിൽ നിന്ന് ആ അഡിക്ഷനിൽ നിന്ന് സ്പോർട്സിലേക്കുള്ള അഡിക്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു സ്ലോഗൻ ഉയർത്താനുള്ള കാരണം. മയക്കുമരുന്നിന് പകരം കായികം. അതാണ് ഈ വർഷം കേരള ഒട്ടുക്കും നമ്മുടെ കേരള ഒളിമ്പിക് അസോസിയേഷനാണ് അതിൻ്റെ മുൻകൈ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെല്ലാ സ്കൂളുകളിലും ഈ ഒരു സ്ലോഗൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടികൾ നടത്തേണ്ട അതുവരുമായൊക്കെ സഹകരിക്കുന്നുണ്ട്. അവരോടുകൂടെയുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ NCC, NSS, സ്റ്റുഡൻറ്റ് പോലീസ്, അതുപോലെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അസോസിയേഷനുകൾ, അതുപോലെ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയായിട്ടാണ് നമ്മളിത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PK ജഗന്നാഥൻ, സെക്രട്ടറി ബാബു പന്നേരി, ട്രഷറർ ഷബിൻ കുമാർ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ പയ്യാമ്പലം ബീച്ചിൽ യോഗാ സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ബീച്ച് പരിസരത്ത് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. 200-ലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, അസിസ്റ്റന്റ് കളക്ടർ എഗ്ദദ മുസഫിർ, സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ്, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KC അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ബീച്ച് പരിസരത്ത് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് മട്ടന്നൂർ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച യോഗ ഡാൻസ് അരങ്ങേറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഒരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ.
+1 സീറ്റ് പ്രതിസന്ധി പ്രതിഷേധവുമായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. ജില്ലയിൽ അധിക ബാച്ച് അനുവദിക്കണമെന്ന് ആവശ്യം. കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം നടത്തി. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കായലോട്ടെ യുവതിയുടെ ആത്മഹത്യ കള്ളക്കേസ് ആരോപണവുമായി SDPI രംഗത്ത്. പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്തതെന്ന് ആരോപണം. ആൺസുഹൃത്ത് സ്റ്റേഷനിൽ ഹാജരായി. റസീനയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് CPM. SDPIയുടേത് സദാചാര ഗുണ്ടാവിളയാട്ടം. യുവതിയുടെ ആത്മഹത്യ ആൾക്കൂട്ട വിചാരണയെ തുടർന്നെന്ന് KK രാഗേഷ്. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. മമ്പറം കായലോട്ടെ റസീനയുടെ ആത്മഹത്യ പ്രവർത്തകരെ കള്ളക്കേസ് കുടുക്കി എന്ന് ആരോപിച്ച് SDPI ധർമ്മടം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി AP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നുവെന്നാരോപിച്ചാണ് SDPI ധർമ്മടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 11:30 പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ന്യായത്തിന്റെ രാഷ്ട്രീയം, നീതിയുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നതാണ് ഇവരെയൊക്കെ ചൊടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് നല്ലവരായ ജനാധിപത്യ സമൂഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ ചോദിക്കണം, ഈ നാട്ടിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലും ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോ എന്താ നിങ്ങൾ പറയുന്ന താലിബാനിസം? ഞങ്ങൾ എന്നും ചോദിക്കുന്ന ചോദ്യമായി ഏത് പരിപാടികളിലും ഞങ്ങൾ ഈ രാജ്യത്തെ സമൂഹത്തോട് ചെയ്ത, ജനതയോട് ചെയ്ത ഒരു തെറ്റെങ്കിലും CPM-കാർ അത് തെറ്റെന്ന് പറയൂ. മണ്ഡലം പ്രസിഡന്റ് PP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഹാറൂൺ കടവത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി PTV ഷംസീർ, TK സാഹിർ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം കായലോട് പറമ്പായിൽ റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. മയ്യിൽ സ്വദേശി റഹീസാണ് ശനിയാഴ്ച പുലർച്ചെ പിണറായി സ്റ്റേഷനിൽ ഹാജരായത്. യുവാവിന്റെ വിശദമൊഴി രേഖപ്പെടുത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി BJP കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. തളാപ്പ് ചിന്മയ മിഷൻ കോളേജിൽ ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്, നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായിട്ടാണ്
ചെന്നൈയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നാം എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2014 ഐക്യരാഷ്ട്രസഭയിലാണ്, അതിൻ്റെ ജനറൽ കൗൺസിലാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കണമെന്നുള്ള അഭ്യർത്ഥന അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ അധ്യക്ഷയായ ചടങ്ങിൽ വി രോഷിനി, NSS ലീഡർ വിധുരാജ്, പ്രോഗ്രാം ഓഫീസർ രശ്മി SR എന്നിവർ സംസാരിച്ചു. യോഗ ട്രെയിനർ PK രാജേഷ് കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി. അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി യോഗ സപ്താഹികളുടെ സമാപന സംഗമം അലവിൽ അഗസ്ത്യാശ്രമത്തിൽ നടന്നു. രാവിലെ നടന്ന യോഗ പ്രദർശനത്തിൽ അഗസ്ത്യ യോഗ കളരി സംഘത്തിലെ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. സംഗമം K രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രമേശ് ഗുരുജി സ്മാരക കർമ്മജ്യോതി പുരസ്കാരം സാംസ്കാരിക, സാഹിത്യ, ആധ്യാത്മിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് എഴുത്തുകാരനും പ്രഭാഷകനുമായ K രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് ആശ രമേശും ഷബിൻ കുമാറും ചേർന്ന് സമ്മാനിച്ചു. വേദിയിൽ വെച്ച് ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനുമായ അമൽ കാനത്തൂർ കളരിപ്പയറ്റിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും SSLC ഉന്നത വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. വത്സൻ കല്യാട് സ്വാഗതവും യോഗാചാര്യ E രമേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുൻ DCC പ്രസിഡന്റ് K സുരേന്ദ്രന്റെ 5ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, മുൻ MLA പ്രൊഫസർ AD മുസ്തഫ, VA നാരായണൻ, PT മാത്യു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീ സുരേന്ദ്രനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ 1000 കാര്യങ്ങളാണ് മനസ്സിൽ കടന്നു വരുന്നത്. ഞാനും സുരേന്ദ്രനുമായുള്ള ബന്ധം ഒരു 45 വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ്. വളരെ ചെറിയ നിലയിൽ ആരംഭിച്ചു. തെക്കി ബസാറിലെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി ജീവിതം ആരംഭിച്ച് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി മാറിയ ശ്രീ സുരേന്ദ്രന്റെ ജീവിതം നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനമായ അധ്വാനത്തിന്റെയും പ്രതീകമാണ്. T ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി, അഡ്വക്കേറ്റ് TO മോഹനൻ, MP ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് ബ്ലാത്തൂർ, INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം, K പ്രമോദ്, അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, അമൃത രാമകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കവായി, P മുഹമ്മദ് ഷമ്മാസ്, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, നൌഷാദ് ബ്ലാത്തൂർ, CT ഗിരിജ, ശ്രീജ മഠത്തിൽ, ബിജു ഉമ്മർ, K ബാലകൃഷ്ണൻ മാസ്റ്റർ, MC അതുൽ, കായക്കുൽ രാഹുൽ, കൂക്കിരി രാജേഷ്, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, അഡ്വക്കേറ്റ് P ഇന്ദിര, മുരളീകൃഷ്ണ, AT നിഷാന്ത്, കല്ലിക്കോടൻ രാഗേഷ്, K സുരേന്ദ്രന്റെ മകൾ ശ്രുതി, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പ്രമുഖ INTUC നേതാവും കണ്ണൂർ DCC പ്രസിഡന്റുമായിരുന്ന K സുരേന്ദ്രന്റെ 5ാം വാർഷിക ദിനത്തിൽ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നു. കണ്ണൂർ DCC ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നേതൃത്വം നൽകി. അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അവിടെ സത്യത്തില് അതിന്റെ ഇടയിൽ INTUC ജില്ലാ കമ്മിറ്റിയിലെ സത്യത്തിൽ ജില്ലാ പ്രസിഡന്റ് അല്ല എങ്കിലും INTUC ജില്ലാ കമ്മിറ്റി കൃത്യമായി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലും അദ്ദേഹത്തിന്റെ അറിവോടും പ്രവൃത്തിയോടും കൂടി മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് സംസ്ഥാന കമ്മിറ്റി INTUCയുടെ സംസ്ഥാന മീറ്റിംഗ് നടക്കുമ്പോഴും ദേശീയ മീറ്റിംഗ് നടക്കുമ്പോഴും എല്ലാം അദ്ദേഹം കൃത്യമായി പങ്കെടുത്തിരിക്കും. അതാണ് അത് പങ്കെടുക്കുക മാത്രമല്ല, ഇവിടെ പയ്യാമ്പലത്ത് ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ഏത് ഭാഷയിൽ വേണേലും സംസാരിക്കാം. അത് ഏത് ഭാഷയാണ്, ഹിന്ദിയാണ് ഹിന്ദി, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്,
തമിഴ്, കന്നഡ ഏത് ഭാഷയും വശമായിട്ട് അതൊക്കെ ആരും പറഞ്ഞു കൊടുത്തോ പഠിപ്പിച്ചോ എന്നല്ല, പുള്ളി സ്വന്തം. ഇപ്പൊ ഇംഗ്ലീഷിൽ പുള്ളിക്ക് വിദ്യാഭ്യാസത്തിലാണ്, പുള്ളി ഇംഗ്ലീഷൊക്കെ സ്വയമേ സ്വന്തമായ ആ പ്രയത്നം കൊണ്ട് പഠിച്ചെടുത്തതാണ്. ഹിന്ദി ആയാലും തമിഴായാലും കന്നഡയായാലും എല്ലാ ഭാഷകളും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നത് അദ്ദേഹം വളർന്നു വന്നത് വളരെ കഷ്ടപ്പെട്ടാണ് എന്ന് നമുക്കറിയാം. ആ കഷ്ടപ്പെട്ട് വളർന്നു വന്നു എന്നുള്ള ആ ബോധ്യം അദ്ദേഹത്തിന് എങ്ങനെയാണ് വളർന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മരിക്കുന്നോടം വരെ ആ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം ജീവിച്ചത്. ജോയ്സി ജോസിന് ടെക്സ്റ്റൈൽ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാര സമർപ്പണം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കരുണാകരന്റെ മരണം വരെ സുരേന്ദ്രൻ ഞാൻ പോയല്ല, കരുണാകരന്റെ ആ മുറിയിലെ സുരേന്ദ്രൻ ഇരുന്ന് ഞാൻ കണ്ടു. ഇരിക്കടോ എന്ന് അദ്ദേഹം പറയപ്പെടും. ഇരിക്കുന്നേ അങ്ങനെ കണ്ടിട്ടില്ലേ, എനിക്ക് നല്ല ഓർമ്മയിൽ വന്നിട്ടുണ്ട്. കന്നാറിന്റെ കാലം മുതൽ കണ്ണൂരുമായിട്ട് എനിക്ക് നല്ല ബന്ധം ഉള്ളതാണ്. അന്ന് പാർട്ടിയിലൊക്കെ ഗ്രൂപ്പ് കത്തിയിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വളരെ വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിലും ഇന്ദിരാഗാന്ധിയെയും കെ കരുണാകരനെയും ഒക്കെ ആദരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. കേരള ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് VV ശശീന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K മണീശൻ, മനോജ് എഡാണി, VV പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, K പ്രമോദ്, T ജയകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തെരുവുനായ ആക്രമണം വർദ്ധിക്കുമ്പോഴും ഉത്തരവാദിത്വത്തിൽ നിന്ന് കോർപ്പറേഷൻ മേയർ ഒളിച്ചോടുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പ്രകാശൻ മാസ്റ്റർ. ഇത്രയും രൂക്ഷ പ്രശ്നത്തിന് കാരണം കോർപ്പറേഷൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നത് കൊണ്ടാണെന്നും M പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. തെരുവുനായ പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പോലും ഈ സമീപനമാണ് കോർപ്പറേഷൻ അധികാരികൾ തുടർന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയം സംബന്ധിച്ച് ഇന്നു രാവിലെ കോർപ്പറേഷൻ പരിധിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം ബഹുമാനപ്പെട്ട മേയർ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ യോഗത്തിനകത്തും അവർ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഗൗരവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന നിലയിലല്ല. അപ്പോൾ പട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പഞ്ചായത്തി രാജ് ആക്ട് ആദ്യം നിലവിൽ വന്ന കാലം മുതൽ നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. വളർത്തുപട്ടികളെ വളർത്തുന്നതിന് കൃത്യമായ നിലയിലുള്ള നിയമ സംവിധാനം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇവയാണ് വളർത്തുപട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബാധ്യതപ്പെട്ട സ്ഥാപനങ്ങൾ. വളർത്തുപട്ടികളെ വളർത്തുന്നതിന് കൃത്യമായ നിലക്കുള്ള ലൈസൻസിങ് ആവശ്യമാണ്. ആ ലൈസൻസിങ് തദ്ദേശ സ്ഥാപനമാണ് നൽകേണ്ടത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൂടി സഹായത്തോടു കൂടി അത്തരം പട്ടികൾ, ലൈസൻസുള്ള പട്ടികളെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനമടക്കം ഇന്ന് നമ്മുടെ സംസ്ഥാനത്താകെ തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇത് ഏറ്റവും ഗൗരവത്തോടെ നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഭരണസ്ഥാപനം കോർപ്പറേഷനാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നാടിൻ്റെ നാനാ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്ന സ്ഥാപനം എന്നുള്ള നിലക്ക് പട്ടിശല്യത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചുണ്ട്. തെരുവ് നായകളെ നിയന്ത്രിക്കേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. വളർത്തുനായകൾക്ക് പോലും ലൈസൻസ് വേണം. ലൈസൻസ് കൊടുക്കേണ്ടത് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. തെരുവ് നായ പ്രശ്നം അധികരിച്ചപ്പോൾ ഇവയെ നിയന്ത്രിക്കുന്നത് സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. തെരുവ് നായകൾ അധികമുള്ള പ്രദേശങ്ങളിൽ ഷെൽട്ടർ ഹോം സ്ഥാപിക്കാനും തീവ്ര കുത്തിവയ്പ് യജ്ഞം നടത്താനും ബോധവൽക്കരണം നടത്താനും മാർഗനിർദ്ദേശത്തിലുണ്ട്. എന്നാൽ ഇവയൊന്നും കോർപ്പറേഷനിൽ നടപ്പായിട്ടില്ലെന്നും അതുകൊണ്ടാണ് LDF യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതെന്നും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഒരു ഇടവേള കൂടി. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. +1 സീറ്റ് പ്രതിസന്ധി, പ്രതിഷേധവുമായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. ജില്ലയിൽ അധിക ബാച്ച് അനുവദിക്കണമെന്ന് ആവശ്യം. കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം നടത്തി.
പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കായലോട്ടെ യുവതിയുടെ ആത്മഹത്യ കള്ളക്കേസ് ആരോപണവുമായി SDPI രംഗത്ത്. പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്തതെന്ന് ആരോപണം. ആൺസുഹൃത്ത് സ്റ്റേഷനിൽ ഹാജരായി. റസീനയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് CPM. SDPIയുടേത് സദാചാര ഗുണ്ടാവിളയാട്ടം. യുവതിയുടെ ആത്മഹത്യ ആൾക്കൂട്ട വിചാരണയെ തുടർന്നെന്ന് KK രാഗേഷ്. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. കായലോട്ടെ റസീനയുടെ മരണത്തിൽ പ്രതികരണവുമായി CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പറമ്പായിലേത് സദാചാര ഗുണ്ടായിസമാണ്. SDPIയുടെ വികൃത മുഖമാണ് ഇതിലൂടെ വ്യക്തമായതെന്നും രാഗേഷ് പറഞ്ഞു. ആൺസുഹൃത്ത് CPIMകാരനാണെന്ന പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. പാർട്ടിക്കെതിരായ തെറ്റായ പ്രചരണങ്ങളാണ് SDPI നടത്തുന്നത്. റയീസ് CPIMകാരനല്ല, കോൺഗ്രസ് കുടുംബമാണെന്നും രാഗേഷ് പറഞ്ഞു. താലിബാന്റെ മതരാഷ്ട്രീയവാദികളുടെ അതേ പതിപ്പാണ് പറമ്പായിൽ കണ്ടത്. കോൺഗ്രസ് വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമാണ് ആത്മഹത്യയെന്നും രാഗേഷ് കൂട്ടിച്ചേർത്തു. ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസിയൻ തന്ത്രം ഈ മതരാഷ്ട്രവാദികൾ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ആ ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാനിവിടെ ഈ സംഭവത്തിന് ഈ സ്ത്രീയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത്. അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ആ സംഭവമാണ് പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയം ഏതാണ് എന്നത് പ്രസക്തമല്ല. പക്ഷെ രാഷ്ട്രീയം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അത് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടല്ല ഞാനത് പറയുന്നു. ഒന്ന് ഞാൻ പറയാം, ഇദ്ദേഹം CPMുമായിട്ട് ബന്ധമുള്ള ആളല്ല. അയാൾ കോൺഗ്രസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഈ സദാചാര ഗുണ്ടാപ്പണി SDPIക്ക് മാത്രമല്ല, RSSനും ഉണ്ട്. SDPIയും RSSും ഇക്കാര്യത്തിൽ
പല കാര്യത്തിലും വന്നതുപോലെ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. എന്താ SDPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താ? SDPIയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒറ്റ ഒരാളാണ്. ഈ രണ്ട് പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അവരുടെ ലക്ഷ്യമായി പറഞ്ഞത് 2047 ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. അപ്പോൾ താലിബാൻ്റെ മതരാഷ്ട്രവാദികളുടെ അതേ പതിപ്പാണ് ഇവിടെ SDPI നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രമല്ല. പോപ്പുലർ ഫ്രണ്ടും SDPIയും കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് മുതൽ സ്ത്രീകൾക്ക് നേരെ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കൂട്ട ആക്രമണങ്ങളുടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടിയെ പുരുഷ സുഹൃത്തിനോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നടത്തി, ബന്ധുക്കളെ വിളിച്ചു വരുത്തി, അപമാനിച്ച് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തി ആ കുട്ടിയെയും കുടുംബത്തെയും അപമാനിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ചേതന യോഗയും യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരും സംയുക്തമായി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. കണ്ണൂർ പോലീസ് ടർഫ് മൈതാനത്ത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 1000-ലധികം പേർ പങ്കെടുത്ത മെഗാ യോഗ പ്രദർശനവും മെഗാ യോഗ ഡാൻസും നടന്നു. KB സുമേഷ് MLAയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ രമേശ് ബാബു P സ്വാഗതം പറഞ്ഞു. ചേതന യോഗ ആൻഡ് യാക്ക് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രാജഗോപാൽ യോഗാ ദിന സന്ദേശം നൽകി. മുൻ MP KK രാഗേഷ്, ജില്ലാ രക്ഷാധികാരി വത്സൻ പാനുളി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ, DPM ഡോക്ടർ അജിത് കുമാർ KC തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടിയിൽ യാക്ക് സംസ്ഥാന ഫാക്കൽറ്റി മെമ്പർമാരായ ഡോക്ടർ P രാജീവ്, ബാലകൃഷ്ണസ്വാമി, KT കൃഷ്ണദാസ്, വിജയൻ C, രാമചന്ദ്രൻ, യാക്ക് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നിവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. സംഘാടക സമിതി ജോയിന്റ് കൺവീനർ പോത്തോടി സജീവൻ നന്ദി പ്രകാശനം നടത്തി. ചേതന യോഗ ആൻഡ് യാക്ക് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രേമരാജൻ കാന പ്രദർശനം നയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദേശീയപാതയിൽ അപകടകരമായി സ്ഥിതി ചെയ്യുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റി തുടങ്ങി. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് തോട്ടടയിൽ പ്രവൃത്തി നടത്തിയത്. മഴ സമയത്ത് ചിലകൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീണ് അപകടം നടക്കുന്ന സാഹചര്യത്തിലാണ് വെട്ടിമാറ്റൽ പ്രവൃത്തി നടത്തിയത്. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മരച്ചില്ലകൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി നടത്തിയിരുന്നുവെങ്കിലും ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതിനാൽ പല സ്ഥലങ്ങളിലും മുറിച്ചുമാറ്റൽ പ്രവൃത്തി നടത്താൻ സാധിച്ചിരുന്നില്ല. മാത്രവുമല്ല, കാലവർഷത്തിനൊപ്പം തന്നെ ചുഴലിക്കാറ്റും പല സ്ഥലങ്ങളിലും വ്യാപകവും ആയിരുന്നു. മഴയ്ക്ക് നേരിയൊരു ശമനമായപ്പോഴാണ് മരമുറി ആരംഭിച്ചിരിക്കുന്നത്. ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന മരച്ചില്ലകളാണ് വെട്ടിമാറ്റിയത്. പടുകൂറ്റൻ പൂമരങ്ങളുടെ ചില്ലകളാണ് പലതും റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നത്. മരം കോൺട്രാക്ടർ സുരേഷ് ബാബുവും പ്രവൃത്തിയിൽ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇംഗ്ലീഷ് വാക്ക് ഏതായാലും പറഞ്ഞയുടനെ വാക്ക് തലതിരിച്ച് പറഞ്ഞ് ഞെട്ടിക്കുകയാണ് ചെക്കിക്കുളം രാധാകൃഷ്ണ AUP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി PK മുഹമ്മദ്. ഇംഗ്ലീഷ് തലതിരിച്ചും പറയുമെങ്കിലും മുഹമ്മദിന്റെ മീഡിയം മലയാളമാണ് എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് വാക്കുകൾ തിരിച്ചു വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇതിനകം ഇടം നേടിയിട്ടുണ്ട് ഈ മിടുക്കൻ. ഇംഗ്ലീഷ് മീഡിയത്തിലോ LKGയിലോ UKGയിലോ അങ്കണവാടിയിൽ പോലും പോകാതെയാണ് ചെക്കിക്കുളം രാധാകൃഷ്ണ UP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ മുഹമ്മദ് ചേർന്നത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ കാണുന്ന ബോർഡുകളും പുസ്തകത്തിലെ വാക്കുകളും തിരിച്ചു വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാണ് ബന്ധുക്കളും അധ്യാപകരുമൊക്കെ മുഹമ്മദിന്റെ കഴിവുകൾ മനസ്സിലാക്കുന്നത്. ജവഹർലാൽ നെഹ്റു, ഉർഹൻ ലാലർ വഹദ്, നരേന്ദ്രമോദി, ഇദ്ദം ഹർദിനരൻ, രാഹുൽ ഗാന്ധി, ഇതിന ഗുൽഹർ, പിണറായി വിജയൻ, നൈജിബ് ഇനായറിബ്, അബ്ദുൽ കലാം, മാലക് ലുദ്ബ, അബൂബക്കർ സിദ്ദീഖ്, കേദിസ് റക്കബൂബ, ബാലകൃഷ്ണൻ, നഷീർ കിലാബ്, ഫാത്തിമത്ത് സഹറ ബത്തൂൽ, ലൂത്തബ് അർഹസ് അമിഹ്താഫ്, അമ്പിളി, ഇലിബുമ, അരുൺ കുമാർ, റാമുക് നുര, സൽമാൻ അൽ ഫാരിസ്, സിരാഫുൻ അംലസ്, ശ്രീലക്ഷ്മി, ഇമിഷ് കലീർസ്, ഫ്രാൻസിസ് ജോർജ്, ഇജ്റോ ജിസിസ്നർ, പ്രകാശൻ, നഹ്ഷാഗർ, അലക്സാണ്ടർ, റെഡിനാക്സലെ, ജനറേഷൻ, നൈഷാർ അനജ്, മാക്സിമം, മമിക്സം, ഇമ്പോർട്ടന്റ്, ഡിനട്രോബമി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇതിനകം ഇടം നേടിയിട്ടുണ്ട് ഈ മിടുക്കൻ. വീട്ടുകാരും അധ്യാപകരുമാണ് കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹനം തന്നതെന്നും 1ാം ക്ലാസ്സിലെ ടീച്ചറാണ് ഇംഗ്ലീഷിലെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചതെന്നും പഠിച്ച് നല്ലൊരു വക്കീലാകണമെന്നാണ് ആഗ്രഹമെന്നും മുഹമ്മദ് പറഞ്ഞു.
എൻ്റെ പേര് മുഹമ്മദ്. ഞാൻ ചെക്കിക്കുളം രാധാകൃഷ്ണ AUP സ്കൂള് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നെ ഈ വീട്ടുകാർ ഉപ്പ, ഉമ്മ, ഉപ്പാപ്പ, ഇത്താത്ത എല്ലാവരും കൂടെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഇപ്പം എനിക്കൊരു കേബ് കിട്ടി. അങ്ങനെ അതിനോട് കുറച്ച് കൂടുതൽ താല്പര്യം തോന്നി. അങ്ങനെ ഇപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് ഇങ്ങനെ കിട്ടി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പഠിച്ചിട്ട് നല്ല ഒരു അഡ്വക്കറ്റ് വക്കീലാകാനാണ് ആഗ്രഹം. ഞാൻ മദ്രസ പഠനം കഴിഞ്ഞപാട് സ്കൂളാണ് ചേർന്നത്. അംഗനവാടിയോ LKG UKG പഠിച്ചിട്ടില്ല. 1ാം ക്ലാസ്സിൽ മലയാളം മീഡിയമാണ് ആദ്യമായിട്ട് പഠിച്ചത്. അതുവരെ ഇംഗ്ലീഷിലൊരു ബന്ധവുമില്ല. അനുശ്രീ ടീച്ചറാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് അക്ഷരമല്ലോ പഠിപ്പിച്ചിങ്ങനെ എടുത്തത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സിനിമാ താരം കുഞ്ഞികൃഷ്ണനും അടക്കം മുഹമ്മദിനെ അഭിനന്ദിക്കാൻ എത്തിയിരുന്നു. നിരവധി അനുമോദനങ്ങളും ഇതിനകം മുഹമ്മദിനെ തേടിയെത്തിയിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡിനുള്ള മാർഗങ്ങൾ ആരായുകയാണിപ്പോൾ കുടുംബം. മുഹമ്മദ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തെന്ന് സ്കൂളിലെ അധ്യാപികയായ V നിഷയും പ്രധാന അധ്യാപിക സജിതയും പറഞ്ഞു. അത് പിന്നെ ഏതിലാണോ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ചോദിച്ചു. അതാണ് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അത് ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ഇവരോട് ചോദിച്ചാൽ ഇവൻ പറഞ്ഞ് പിന്നെ ഞാൻ പറയാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് കുറേ വാക്കുകളൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ക്ലാസ്സിലെ കുട്ടികളുടെ പേരെല്ലാം ചോദിച്ചു. അപ്പോൾ അതെല്ലാം ഞാൻ തലവെച്ച് പറയുന്നുണ്ട്. പിന്നെ അത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് നോട്ടിൽ എഴുതി കറക്റ്റായിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് പറയുന്നത് ശരിയായിട്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ മുഹമ്മദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏത് വാക്കും വേണമെങ്കിലും തലരിച്ച് ഇംഗ്ലീഷിൽ പറയും. നമുക്ക് കുറച്ച് വേഴ്സ് നമുക്ക് മുഹമ്മദിനോട് ചോദിക്കാം. മുഹമ്മദ് ബ്യൂട്ടിഫുൾ മീ തലരിച്ച് പറയാൻ ഹോമോജീനിയസ് പാറാൽ പള്ളിക്ക് സമീപത്തെ മഷൂദ് സഖാഫി നജീവ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ്. ബദ്രിയ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ CK അബ്ദുൽ ഖാദർ ദാരിമിയുടെ മകളുടെ മകനുമാണ്. അബ്ദുള്ളയും അഹമ്മദ് യാസിനും സഹോദരങ്ങളാണ്. സിറ്റി ന്യൂസ്, കണ്ണൂർ. 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഈ വർഷം ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. ജില്ലാ പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അവാർഡ് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സജീവ് ജോസഫ് MLA വിതരണം ചെയ്തു. നാടിനും രാജ്യത്തിനും മികച്ച സേവനം നൽകാൻ വളർന്നു വരുന്ന വിദ്യാർത്ഥി പ്രതിഭകൾക്ക് സാധിക്കണമെന്ന് സജീവ് ജോസഫ് MLA പറഞ്ഞു. ഇവിടെ ഇന്നിപ്പോൾ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനത്തിന്റെ പ്രസ് ക്ലബ്ബ്, കണ്ണൂരിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ ഒരു സംരംഭത്തിന്റെ അനുമോദനം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ വിജയം ഏറ്റവും തിളക്കമുള്ളതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തെ, നിരന്തരമായ പരിശ്രമത്തെ, അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നിങ്ങൾ നേടിയിരിക്കുന്ന വിജയം. നിങ്ങളോട് ഞാൻ കൂടുതലായി എന്തെങ്കിലും ഉപദേശിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെക്കാൾ വളരെ ഉത്തരവാദിത്വബോധമുള്ള ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറയെന്ന് അറിയാം. പരമ്പരായികൾ അറിയാം. ജീവിതത്തിലെ പ്രതിസന്ധികൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കുന്നവരാണ്. അപ്പോൾ വലിയ ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ഇതൊരു ആദ്യ വിജയമായി കാണുക. ഇനി അനേകം കാലം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. വലിയ പരീക്ഷകളെ നമുക്ക് അതിജീവിക്കാനുണ്ട്. ഇതൊന്നും തന്നെയാണ് ഏറ്റവും വലിയ പരീക്ഷ. ഇതിലൊക്കെ വിജയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ മഹാന്മാരും നമ്മെ പഠിപ്പിച്ചത് ഈ പഠനം, നമ്മുടെ പുസ്തകം, നമ്മുടെ മാർക്ക് ഒക്കെ അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിക്കുന്നത് നല്ലൊരു മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിന്റെ ശ്രമഫലമാണ് അവർക്ക് ഇത്തരം അവാർഡ് വാങ്ങാൻ ഇടയാക്കുന്നത്. തുടർ പഠനത്തിലും ഈ കഠിനാധ്വാനം നിലനിർത്തണമെന്നും സജീവ് ജോസഫ് MLA ഉപദേശിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഷിജിത് കാട്ടൂർ നന്ദി പറഞ്ഞു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, KUWJ സംസ്ഥാന സമിതി അംഗങ്ങളായ പ്രശാന്ത് പുത്തലത്ത്, ജസ്ന ജയരാജ്, C നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മാമ്പ സെൻട്രൽ LP സ്കൂളിൽ വായനാ മാസാചരണം KV ജയരാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷനില ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. KV റീത്ത, ആര്യ എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ്മാസ്റ്റർ KP മനോജ് സ്വാഗതവും O ഗാന നന്ദിയും പറഞ്ഞു. അദ്ദേഹത്തെ അറിയുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. PN പണിക്കരുടെ ജന്മദിനം തൊട്ട്
IV ദാസ് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് IV ദാസ്. IV ദാസിന്റെ ജന്മദിനമായിട്ടുള്ള ജൂലൈ 7 വരെയാണ് ഈ ഒരു പക്ഷാചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ജൂൺ 19 മുതൽ. ഇനി സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,235, പവന് 73,880 രൂപ, വെള്ളി 120 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +1 സീറ്റ് പ്രതിസന്ധി, പ്രതിഷേധവുമായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. ജില്ലയിൽ അധിക ബാച്ച് അനുവദിക്കണമെന്ന് ആവശ്യം. കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം നടത്തി. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കായലോട്ടെ യുവതിയുടെ ആത്മഹത്യ കള്ളക്കേസ് ആരോപണവുമായി SDPI രംഗത്ത്. പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്തതെന്ന് ആരോപണം. ആൺസുഹൃത്ത് സ്റ്റേഷനിൽ ഹാജരായി. റസീനയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് CPM. SDPIയുടേത് സദാചാര ഗുണ്ടാവിളയാട്ടം. യുവതിയുടെ ആത്മഹത്യ ആൾക്കൂട്ട വിചാരണയെ തുടർന്നെന്ന് KK രാഗേഷ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.